നമ്മൾ ഇന്നൊരു മത്തിക്കറി വെച്ചാലോ? അപ്പോൾ ഇതാ നല്ല മത്തി കിട്ടിയിട്ടുണ്ട്. മത്തി നന്നാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇടണം. അപ്പോൾ ആദ്യം ഇതാ ഉപ്പിട്ട്, പിന്നെ മുളക് പൊടി ഇട്ട്, മല്ലിപ്പൊടി ഇട്ട്, അല്ല മല്ലിപ്പൊടി ഇട്ടില്ല കേട്ടോ, മഞ്ഞൾപ്പൊടി ഇട്ട്, പിന്നെ എന്താ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പൊക്കെ ഇട്ട് ബാക്കിയെല്ലാം ഞാൻ മിക്സിയിൽ ഒന്ന് അരച്ചെടുക്കുകയാണ് ചെയ്യുക. എന്തൊക്കെ സാധനങ്ങളാണെന്നറിയോ? മിക്സിയിൽ അരച്ചെടുക്കുക. തക്കാളി, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, പുളിയൊക്കെ മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കുക. ഇതെങ്ങനെ കുഴമ്പ് രൂപത്തിലാക്കി എടുക്കും. അപ്പം കറി കുറച്ച് നല്ല തിക്കായിട്ടിരിക്കും. അപ്പം അങ്ങനെ അരച്ചെടുത്തത് ഞാൻ എന്ത് ചെയ്യും, ഈ അരപ്പൊക്കെ പുരട്ടി വെച്ച മീനിലേക്കിടും. എന്നിട്ട് ഇതൊന്ന് കലക്കിയെടുക്കും. എന്നിട്ട് നന്നായിട്ട് തിളപ്പിച്ച് വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുക. കുറച്ച് ഉലുവപ്പൊടിയും കുറച്ച് കാശ്മീരി ചില്ലിയുടെ, ഉലുവപ്പൊടി അധികമായാലും നല്ല കയ്പ്പ് വരും, അപ്പോൾ ഒരിത്തിരി ഇടും. എന്നിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കും. തിളച്ച് വരുമ്പം കുറച്ച് കുരുമുളക് പൊടി ഇടും. അങ്ങനെ നല്ല മത്തിക്കറി റെഡിയാവും. കപ്പയുടെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണ്. അവസാനം കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് നമ്മൾ മത്തിക്കറി സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പം ടാറ്റാ ബൈ ബൈ, കാണാം.